ഞങ്ങൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കുറേ ആലോചിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു ആൻറ്റി ടാർണിഷ് ജ്വല്ലറി. ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജ്വല്ലറി കളക്ഷൻ ആണല്ലേ, നമുക്ക് ഡെയിലി വെയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ്. അങ്ങനെ ഞങ്ങൾ ലോഞ്ച് ചെയ്തു ഞങ്ങളുടെ ഒഫീഷ്യൽ പേജായിട്ടുള്ള ഹൈസ് ജുവൽസ്. ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് വന്ന ഒരുപാട് എൻക്വയറീസ് ആയിരുന്നു, എന്താണ് ആൻറ്റി ടാർണിഷ് ജ്വല്ലറി, ഈ ജ്വല്ലറി എടുത്തു കഴിഞ്ഞാൽ ഇത് അരച്ചു പോവോ, കളർ പോവോ, ക്ലാവ് പിടിക്കുമോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻറ്റി ടാർണിഷ് ജ്വല്ലറി എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്നൊന്നും കളർ ഫെയ്ഡ് ആകാത്ത, ക്ലാവ് പിടിക്കുകയോ നരച്ചു പോകുകയോ ഒന്നും ചെയ്യാത്ത ടൈപ്പിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. ഞങ്ങളുടെ പേജിൽ ഇപ്പം ലോഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും 200 ബിലോ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. റേറ്റ് കുറച്ച് ലോഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട, അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന ജുവൽസ് ആയതുകൊണ്ട് നമുക്ക് തോന്നിയ പോലെ യൂസ് ചെയ്യാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. കാര്യം നമ്മളത് പ്രോപ്പർലി കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും. മാത്രമല്ല 18 ക്യാരറ്റിൻ്റെ ഗോൾഡ് പ്ലേറ്റിംഗ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന വാട്സപ്പ് നമ്പറിലോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റയിലെ പേജിലോ ഒഫീഷ്യൽ മെസ്സേജ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താലും മതിയാകും. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ട്രെൻഡിങ് കളക്ഷൻസിൻ്റെ വീഡിയോ ആയിട്ട് ഇനി ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.